ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ കേസ് പോലീസിന് കൈമാറി എക്സൈസ്. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് തെളിവുകൾ ഉൾപ്പെടെ കൈമാറിയത്. കേസിൽ മുഖ്യപ്രതി നാരായണദാസ് ഇപ്പോഴും ഒളിവിലാണ്. അത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. ശ്രീകാന്ത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ തരും. ശ്രീകാന്ത്, ഇപ്പോൾ ഈ രീതിയിൽ പോലീസിന് എക്സൈസ് ഈ കേസ് കൈമാറുന്നു, അതിന്റെ സാഹചര്യം എന്താണ്? ഈ പ്രതിയായ നാരായണദാസിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഈ ഷീല സണ്ണിയുടെ മകനാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നതാണ്. അപ്പോൾ ഈ കേസിന്റെ സ്വഭാവം മാറുന്നതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഇപ്പോൾ എക്സൈസ് പോലീസിന് ഈ കേസ് കൈമാറിയിരിക്കുന്നത്? ഇതൊരു വലിയ ഗൂഢാലോചനയാണ്. അതായത് ഒരു വീട്ടമ്മയെ 72 ദിവസം ലഹരി കേസിൽ, വ്യാജ ലഹരി കേസിൽ ഉൾപ്പെടുത്തി ജയിലിൽ അടച്ച സംഭവമാണ്. അതിൽ അവർക്ക് ജാമ്യം കോടതി നൽകി. ആ ഘട്ടത്തിൽ കോടതി പറഞ്ഞ കാര്യമാണ് 3 മാസത്തിനുള്ളിൽ SIT രൂപീകരിക്കണം. ഈ കേസ് എക്സൈസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട, അത് നേരെ പോലീസിന് കൈമാറണം. 3 മാസത്തിനുള്ളിൽ SIT രൂപീകരിച്ച് ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കണം പോലീസ് എന്ന് അന്ന് പോലീസ് മേധാവിക്ക് കോടതി ഉത്തരവിലൂടെ അറിയിപ്പ് നൽകിയിരുന്നു. 4 മാസത്തിനുള്ളിൽ ഇതിന്റെ വിചാരണയടക്കം പൂർത്തിയാക്കണം എന്നുള്ള കാര്യവും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ദ്രുതഗതിയിലുള്ള നീക്കം ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ പോലീസിന് ഇതിന്റെ രേഖകൾ, തെളിവുകൾ, ഇതുവരെ കിട്ടിയ കാര്യങ്ങളെല്ലാം കേസ് ഫയൽ മുഴുവനായി പോലീസിനെ കൈമാറിയിരിക്കുന്നു. ഇനി പോലീസ് മേധാവി ഇതിനൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ SIT രൂപീകരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ ഒന്നാം പ്രതി, മുഖ്യപ്രതി നാരായണദാസ് ഇപ്പോഴും ഒളിവിലാണ്. മാത്രമല്ല ഷീല സണ്ണിയുടെ മരുമകളുടെ അനിയത്തി, അങ്ങനെ പല ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട സംശയനിഴലിലും ചോദ്യം ചെയ്യലിലും ഒക്കെ വിധേയരായതാണ്. അവരെ അടക്കം ഒരുപക്ഷെ ഈ SIT വീണ്ടും ആദ്യം മുതൽ ചോദ്യം ചെയ്യും, വിവരങ്ങൾ ശേഖരിക്കും, ശേഷം അറസ്റ്റിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. യെസ് ശ്രീകാന്ത്, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരാൻ പോകുന്നു എന്നാണ്. ഈ കേസിന്റെ വ്യാപ്തി അത്രമാത്രമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.